അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, വിധികർത്താക്കൾ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, ദാഫിയുടെ വർണ്ണാഭമായ വേദിയിൽ എനിക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ള ലക്ഷ്യം ബഹുസ്വര ഇന്ത്യ ആശയും ആശങ്കയും എന്ന രാജ്യത്തിൻ്റെ ഹൃദയം സ്പർശിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ എന്താണ് ബഹുസ്വരത എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ ഒരു വിസ്മയ രാജ്യമാണ്. മലയാളം, തമിഴ്, ഹിന്ദി പോലത്തെ 22ഓളം ഔദ്യോഗിക ഭാഷകളും നൂറുകണക്കിന് പ്രാദേശിക ഭാഷകളും ഈ രാജ്യത്തിനകത്തുണ്ട്. വ്യത്യസ്ത മതസ്ഥരും നിരവധി കലാരൂപങ്ങളും ഈ രാജ്യത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയൊരു വൈവിധ്യം നിറഞ്ഞ രാജ്യം ലോകത്ത് അപൂർവമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ ബഹുസ്വരതയുടെ മാതൃക എന്ന് വിളിക്കുന്നത്. ഈ കണ്ടു കാണപ്പെടുന്ന വ്യത്യസ്ത സ്വരങ്ങളും നിറങ്ങളും ഭാഷകളുമെല്ലാം ഒത്തുചേർന്നത് കൊണ്ടാണ് ഇന്ത്യ എന്ന മഹത്തായ രാജ്യം രൂപപ്പെടുത്തിയെടുക്കുന്നത്. നമ്മുടെ സംസ്കാരങ്ങൾ ഒരുമിച്ച് സഹജീവനം ചെയ്യുന്നത് നമ്മെ സഹശീലികളാക്കുന്നു. മറ്റുള്ളവരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും എല്ലാം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ബഹുമാനിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. വ്യത്യസ്ത ചിന്തകൾ ഒന്നിച്ചു വന്നാൽ കൂടുതൽ പുതുമകൾ ജനിക്കുന്നു. നൂറുകണക്കിന് സംസ്കാരങ്ങൾ ഒരൊറ്റ ഭരണഘടനയിൽ ഒരൊറ്റ രാജ്യമായി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉദാഹരണം ഇന്ത്യ ആണ്. ഇവിടുത്തെ ജനാധിപത്യം ലോകത്തിന് പ്രചോദനമാണ്. എങ്കിലും ഈ മഹത്തായ ബഹുസ്വരതയ്ക്ക് മുന്നിൽ ചില ആശങ്കകളും വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ മതത്തിൻ്റെയോ ഭാഷയുടെയോ പേര് പറയുന്നവരുണ്ട്. ചിലർ ഈ വ്യത്യാസങ്ങളെ മനുഷ്യർക്കിടയിൽ മതിലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇത് ഇന്ത്യയുടെ ഐക്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയാണ്. ഇന്നത്തെ സമൂഹത്തിൽ തെറ്റായ വിവരങ്ങൾ വളരെ വേഗത്തിൽ പരക്കുന്നു. അസത്യവാർത്തകൾ ആളുകളിൽ ദുരൂഹതയും കലഹവും ഉണ്ടാക്കുന്നു. ബഹുസ്വരതയെ തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇതൊരു വഴിയാകാം. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി മാറുന്നുണ്ട്. മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെ അംഗീകരിക്കാത്ത മനോഭാവം സമൂഹത്തിൽ വളർന്നാൽ ഐക്യം ദുർബലമാകാൻ സാധ്യതയുണ്ട്. ബഹുസ്വരത സംരക്ഷിക്കുന്നത് വെറും സർക്കാർ മാത്രമല്ല, അത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. എൻ്റെ സംസ്കാരം എനിക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ നിങ്ങളുടെ സംസ്കാരം അത്രയേറെ വിലപ്പെട്ടതാണ്. ഈ മനോഭാവം എല്ലാവരും കൈവരിക്കണം. സോഷ്യൽ മീഡിയയിൽ ഒന്നും വിശ്വസിക്കുന്നതിന് മുന്നേ സത്യം പരിശോധിക്കണം. നാം ഇടുന്ന ഓരോ പോസ്റ്റിലും ഒരു മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കാം. സ്കൂളുകളിലും വീടുകളിലും സമൂഹത്തിലും വൈവിധ്യം ഒരു ആഘോഷമാണെന്ന് പുതുതലമുറയെ പഠിപ്പിക്കണം. ബഹുസ്വരത ഇന്ത്യയുടെ അലങ്കാരമല്ല, മറിച്ച് അത് ഇന്ത്യയുടെ ആത്മാവാണ്. നമ്മുടെ വ്യത്യാസങ്ങൾ നമ്മെ വേർതിരിക്കാനുള്ളതല്ല, അവ ഒന്നിച്ച് ഇന്ത്യയെ ഒരു മനോഹരമായ ചിത്രമാക്കിയെടുക്കുന്നത്. ഐക്യമുണ്ടെങ്കിൽ ഇന്ത്യ ശക്തമാണ്, കലഹമുണ്ടെങ്കിൽ ഇന്ത്യ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യത്തെ ആഘോഷിക്കാം, പോരാളിയെ ബഹുമാനിക്കാം, ഇന്ത്യ ഐക്യത്തോടെ മുന്നേറാൻ സഹായിക്കാം. ബഹുസ്വരത ഇന്ത്യയുടെ അഭിമാനമാണ്, അത് സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.